നമസ്കാരം. രാവിലെ എണീറ്റ് എല്ലാവരും വിളക്കൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചോ? മെഴുകുതിരി കത്തിക്കുന്നവർ മെഴുകുതിരി കത്തിച്ചോ? വിളക്ക് വയ്ക്കുന്നവർ വിളക്ക് വെച്ചോ? രാവിലെ വിളക്ക് വയ്ക്കുന്നവരൊക്കെ ഒത്തിരി ഉണ്ടല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളക്ക് വയ്ക്കുന്നത് നമ്മളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ഇല്ലേ. ആ വിളക്കിൻ്റെ ആ പ്രകാശം ഇങ്ങനെ വ്യാപിക്കുമ്പം നമുക്കൊരു ഭയങ്കര ഒരു ഇതല്ലേ. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കിക്കുക, ഒരു വെളിച്ചം കാണുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രത്യേക ഐശ്വര്യം തരും ഇല്ലേ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും മെഴുകുതിരി കത്തിച്ച് വെച്ചൊരു പ്രാർത്ഥനയൊക്കെ നല്ലതാണ്, എല്ലാവർക്കും നല്ലതല്ലേ തന്നെ. അങ്ങനെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പോസിറ്റീവ് എനർജിയായി, നമ്മുടെ വീട്ടിലും ഒരു പോസിറ്റീവ് എനർജിയാവും ഇല്ലേ. പിന്നെ മക്കളായി ഭർത്താവായി അവരെല്ലാം ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരാൻ തുടങ്ങും ഇല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വീട്ടമ്മമാരെന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്നും എണീക്കുന്ന 6 മണിക്കാന്ന് വെച്ചോ, നമ്മളൊരു 5 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക. 5 മണിക്ക് എണീറ്റ് കുളിക്കാൻ പറ്റുന്നവർ കുളിക്കുക, അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നമ്മളൊരു തിരിയൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലീൻ ചെയ്യുക. നമ്മൾ ശരീരവും മുഖമൊക്കെ നമ്മൾ ഭയങ്കര ബാഹ്യമായ സൗന്ദര്യത്തെ നമ്മൾ കൊണ്ടുനടക്കും ഇല്ലേ. എന്നാൽ നമ്മൾ ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തെ നമ്മൾ കൊണ്ടുനടക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മളെപ്പോഴും ക്ലെൻസ് ചെയ്ത് നല്ല സുന്ദരന്മാരാക്കി വെക്കണം. അതിനാണ് സൗന്ദര്യം. മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഏറ്റവും നല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. ചിലരെ നമ്മൾ കാണില്ലേ, ബാഹ്യമായ സൗന്ദര്യം കുറവാണെങ്കിലും അവരുടെ മനസ്സ് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൗന്ദര്യമായിരിക്കും. അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അവരുടെ മറ്റുള്ളവരോടുള്ള സ്നേഹം കാണിക്കൽ, കരുണ, ദയ, ഇതെല്ലാം കാണുമ്പോഴത്തേനും നമ്മൾ അവരിലേക്ക് ആകർഷിക്കുന്ന കാണാമല്ലേ. എത്രയോ മഹാന്മാരുണ്ട്, നമുക്ക് എന്തുകൊണ്ട് അവരെ ഇഷ്ടപ്പെടുന്നത്? അവരുടെ സൗന്ദര്യത്തിലല്ല, അവരുടെ ആ പെരുമാറ്റവും അവരുടെ ആ സംസാരവും അവരുടെ ആ മറ്റുള്ളവരോടുള്ള ആ കാഴ്ചപ്പാടിലുമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അതുപോലെ നമുക്കും ആകാൻ പറ്റുമെന്നേ. നമുക്ക് ഈ ബാഹ്യമായ ഇതിനേക്കാളും നമുക്ക് ആന്തരികമായ അതിനെ നമ്മൾ തന്നെ നേർവഴിക്കാക്കി കൊണ്ടുവരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ച ശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ആലോചിക്കാതെ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, അത് ഏതൊക്കെ രീതി ചെയ്യണം എന്ന് നമുക്ക് ആലോചിക്കാം. ഇനി മെഡിറ്റേഷൻ അറിയാൻ മേലാത്തവർക്കാട്ടോ ഞാനീ പറയുന്നത്. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. നമ്മൾ ഇന്ന് തൊട്ട് ചിന്തിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുക. നെഗറ്റീവ് പറഞ്ഞിട്ടും ചിന്തിച്ചിട്ടും കാര്യമില്ല, അതിനെ പോസിറ്റീവായിട്ട് നിറയ്ക്കുക. അതിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ്. അതായത് ഒരാളോട് ഇപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല, ഞാൻ അവരോട് ക്ഷമിച്ചു, ഞാൻ ആ വഴിക്ക് പോകാണ്ടിരുന്നാൽ മതി എന്നിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സ് ശാന്തമാക്കി സന്തോഷമാക്കി സൗന്ദര്യമുള്ളതാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ബ്രീത്ത് എടുക്കുക. നമ്മളെപ്പോഴും ബ്രീത്ത് എടുക്കുന്നതിന് നമ്മുടെ ഉള്ളിലേക്ക് ഒരു കുറച്ച് എയർ മാത്രമേ, നമ്മുടെ ശ്വാസകോശം ശ്വാസകോശം എന്നൊക്കെ പറയാൻ പാടാണ്, പല്ലിൻ്റെ ഇടയ്ക്ക് കുടുങ്ങി പോകുന്നു. അപ്പം നമ്മുടെ ശ്വാസകോശം വികസിക്കണം ഇല്ലേ. അതിൻ്റെ ഒരു കാൽ ഭാഗം, ഒരു ശതമാനം പോലും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഈ ടെൻഷൻ പിടിച്ച സമയത്താണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ചെയ്യും, കുറച്ച് ശ്വാസം എടുക്കുന്നു, കുറച്ച് ശ്വാസം പുറത്തേക്ക് വിടുന്നു. അത്രമാത്രമേ നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ടെൻഷനും ഒക്കെ കുറയണമെങ്കിൽ നമ്മൾ ബ്രീത്ത് ഉള്ളിലേക്ക് നന്നായിട്ട് എടുക്കണം. അതിന് നമ്മൾ ഇങ്ങനെ നിവർന്നിരുന്ന ശേഷം, ചമ്രം പടിഞ്ഞിരുന്ന ശേഷം നമ്മുടെ ബ്രീത്ത് ഉള്ളിലേക്ക് നന്നായിട്ട് എടുക്കുക, നിറച്ചെടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 15 പ്രാവശ്യമെങ്കിലും നമ്മൾ ദിവസവും ചെയ്യണം. അപ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഭയങ്കര ഒരു എനർജി നമ്മളിലേക്ക് ഉണ്ടാകാൻ തുടങ്ങും. നമുക്ക് തന്നെ നമ്മുടെ ശ്വാസകോശമൊക്കെ വികസിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും. ഒരു എയറൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് തന്നെ നല്ലതാണ് അത്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുക, അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെയുള്ളത്, നമ്മൾ എല്ലാം പോസിറ്റീവായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇന്നൊക്കെ എന്തൊക്കെ ചെയ്യണം, ഇന്ന് എന്തൊക്കെ പണികൾ ചെയ്യണം, ഇന്ന് എങ്ങനെയൊക്കെ മറ്റുള്ളവരോട് പെരുമാറേണ്ട, മറ്റുള്ളവരോടൊന്നും മോശമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട എന്ന്. അല്ലാണ്ട് രാവിലെ എണീറ്റ് കുറച്ച് വിഷം കലക്കി എല്ലാവരെയും കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം കളയുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ, ആരോടെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ കയറി 10 പേരോട് അല്ലെങ്കിൽ ഒരു മോശം കമൻ്റ് ഇട്ടു അതിൽ സംതൃപ്തി കണ്ടെത്തുന്നവരും ഉണ്ട്. അതിലേക്കായാലും 100 ഭേദമല്ലേ. നമുക്കിങ്ങനെ ഈ ടെൻഷൻ അടിക്കേണ്ട, വല്ലയിടത്തും ജീവിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ലേ. എനിക്കൊക്കെ ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട്. ചിലത് കാണുമ്പോൾ സങ്കടവും കൂടെ വരും. നമ്മൾ അതിപ്പം അത്
അതിൻ്റെതായ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും അല്ലാതെ മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളാണല്ലോ, അതല്ല നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ ഈ വിഷം കുത്തിവെക്കുന്നതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ആദ്യം നമുക്ക് തന്നെയാണ് ദോഷം. നമുക്കുടെ ഓരോ അവയവത്തിനും നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പക, വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരെ മോശമായിട്ട് പറയുമ്പോഴൊക്കെ അത് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തെ തന്നെയാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മൾ എടുത്തു കളയുക. അതിനുശേഷം നമ്മുടെ ഭർത്താവിനെ മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാൻ. അപ്പോൾ ചിലർ പറയും എനിക്ക് ഭർത്താവിനെ ഓഫീസിൽ പോകാനുണ്ട്, മക്കൾക്ക് സ്കൂളിൽ പോകാനുണ്ട്, ഇതിനെവിടെയാണ് സമയം എന്ന്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പേ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടും ഇല്ലേ? അപ്പോൾ അതിനുള്ള സമയം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക, നമുക്ക് വേണ്ടിയിട്ടാണത്, അല്ലാണ്ട് വേറെ ആർക്കും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് 1 മണിക്കൂർ മുമ്പെങ്കിൽ 1 മണിക്കൂർ മുമ്പേ നമ്മൾ എഴുന്നേറ്റിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യേണ്ടത്, ഇന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വീട്ടിലെ ഭാര്യമാർ സന്തോഷമായിരുന്നാൽ മാത്രമേ ആ വീടിനൊരു ഐശ്വര്യമുള്ളൂ, അത് മാത്രം ചിന്തിക്കുക. എവിടെയാണോ ഭാര്യമാർ എപ്പോഴും കരച്ചിലും പിഴിച്ചിലും പരാതിപ്പെട്ടിയായിട്ട് നടക്കുന്ന ആ വീട്ടിൻ്റെ ഐശ്വര്യം പോക്ക് കേസ്. അവിടെ ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല, അവിടെ ഭർത്താവിന് സമാധാനം ഉണ്ടായിരിക്കില്ല, മക്കൾക്ക് സമാധാനം ഉണ്ടായിരിക്കില്ല, വേറെ ആർക്കും സമാധാനം ഉണ്ടായിരിക്കില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യമാർ വിചാരിച്ചാൽ നമ്മുടെ വീട് സ്വർഗമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നരകമാക്കാനും സാധിക്കും. അപ്പം നമ്മളാണ് ചിന്തിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പെരുമാറണം, സന്തോഷത്തോടു കൂടി അവരെ യാത്രയാക്കുക, രാവിലെ ഫുഡൊക്കെ കൊടുത്ത്. നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഭർത്താക്കന്മാരൊക്കെ രാവിലെ പോകുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അല്ലേ? തിരിച്ചു വരുമ്പോഴത്തേനും മിക്ക ദിവസവും മക്കൾ ഓടി വിളിക്കും, മക്കളുടെ മുറിയിൽ കയറും, ഭാര്യമാർ ഇന്ന് എന്താണോ കേൾക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയിലായിരിക്കും ഇരിക്കുന്നത്, ഇന്ന് എന്നതാണോ പ്രശ്നമായിട്ട് വരുന്നത് എന്നിങ്ങനെ ചിന്തയിൽ ഇരിക്കുന്ന വീടുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം എന്നാണെന്നറിയാവോ, അവർ പോയി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണത്. അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ അവർ ഓഫീസിലായി പുറത്തായി മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന തിക്താനുഭവങ്ങളായിട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കും. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്ന വഴിക്ക് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ ബാങ്കുകാർ ലോണുകളും ഒക്കെ കാണും. ഒത്തിരി ബുദ്ധിമുട്ടിലാണ് ഈ പുരുഷന്മാർ കടന്നു പോകുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഭർത്താക്കന്മാരും രാവിലെ എണീറ്റ് അവനവൻ്റെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ ദിവസം എന്ത് നെഗറ്റീവ് വന്നാലും ഞാൻ അതിന് പോസിറ്റീവായിട്ടെടുക്കും. അത് എന്നെ ബാധിക്കുന്നതല്ല എന്നും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ എന്നും ഒരു മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുകയോ, ഇരുന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പിന്നെ ഇടയ്ക്ക് വരുന്ന കാര്യം പോട്ടെ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വേറെ. അതല്ലാണ്ട് ഇന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരും. നമുക്ക് തന്നെ ഒരു മാറ്റം, ഒരു ഗ്ലോ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലും പ്രതിഫലിക്കും, നമ്മുടെ മനസ്സിൽ പ്രതിഫലിക്കും, നമ്മൾ മറ്റുള്ളവരിൽ പെരുമാറുന്നതിലും പ്രതിഫലിക്കും. അതിന് മുൻകൈ എടുക്കേണ്ട സ്ത്രീകളാണെന്ന് മാത്രം. വരുമ്പം ഈ ടെൻഷൻ അടിച്ച് വരുന്ന ഭർത്താവിനെ ഒരു ചായയൊക്കെ കൊണ്ട് കൊടുത്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ തീരും. പല ഭർത്താക്കന്മാർക്കും ഭാര്യമാർ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന കേൾക്കുന്നില്ല എന്നാണ്. കാരണം രണ്ട് കൂട്ടരും വിചാരിക്കണം, ഭർത്താവ് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഭാര്യയ്ക്കും മനസ്സ് വെക്കണം. ഭാര്യ കുറച്ച് സമയം കഴിഞ്ഞിട്ട്, ഭർത്താവ് ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങളോ ഒക്കെ പറയുന്നത് നല്ലതാണ്. അല്ലാണ്ട് വരുന്ന വഴിക്ക് എവിടെ പോയി കിടക്കുമായിരുന്നു, ഇവിടെ നടന്ന കണ്ടില്ലേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അവർ ആ ഒന്നാമത് പുറത്തുനിന്നുള്ള ടെൻഷനുമായിട്ട് വരുമ്പം അത് കൂടാനേ സാധ്യത. അപ്പം അതിനൊക്കെ ഒരു ട്രിക്കുണ്ട്, ഭാര്യമാർ അതെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അതപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു സൂത്രവാക്യം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തിലോ വിഷം കലക്കുന്നവരെ നമ്മൾ അടുപ്പിക്കാണ്ടിരിക്കുക. അവർ വന്ന് കലക്കിയിട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ കുടുംബമാണ് കലങ്ങുന്നതെന്ന് അവർ പറയുന്നതിൽ ഒരു സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ മേലാണ്ട് നമ്മൾ പലരും പ്രശ്നങ്ങളിലേക്ക് എടുക്കുകയാണ്. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മളറിയാത്ത ഇല്ലാത്ത കാര്യമായിരിക്കും എന്ന് പറയുന്നത്. ആരെങ്കിലും കരക്കമ്പികളിൽ കൂടെ വരുന്ന പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എടുത്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ തലയിലേക്ക് കയറ്റി വയ്ക്കാതിരിക്കുക, നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. നമ്മൾ അറിഞ്ഞ ഒരു കാര്യം, നമുക്ക് സത്യസന്ധമായിട്ട് നമ്മൾ കാണാത്ത കാര്യമൊക്കെ, നമ്മൾ അറിഞ്ഞ കാര്യം, നമ്മുടെ വീട്ടിൽ നടന്ന കാര്യം, നമുക്കറിയാത്ത കാര്യം ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കേണ്ട. അത് നമ്മളെക്കുറിച്ചാകട്ടെ, നമ്മുടെ ഭർത്താവിനെ കുറിച്ചാകട്ടെ, മക്കളെക്കുറിച്ചാകട്ടെ, നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടത് മാത്രമേ നമ്മൾ വിശ്വസിച്ചാൽ മതി. പലരും പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും സത്യമൊന്നും ആയിരിക്കില്ല.
അല്ലെങ്കിൽ നമുക്കതുപോലെ ബന്ധമുള്ള, നമ്മളോട് സ്നേഹമുള്ള, നമുക്ക് പ്രിയപ്പെട്ടവർ എന്ന് തോന്നുന്ന, നമുക്ക് ആത്മാർത്ഥതയോടെ വിശ്വസിക്കാൻ പറ്റുന്നവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ ആര് പറയുന്ന കാര്യങ്ങളും വിശ്വസിക്കരുത്. എൻ്റെ ആ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പലരും പലതും പറയും. അതൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതെ നമ്മുടെ കുടുംബജീവിതമാണ് തകർന്നു പോകണമെന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. പിന്നെയുള്ളത്, നമ്മൾ നടക്കാൻ പോകുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോൾ, ഇനി ഇതൊന്നും പറ്റില്ലാത്തവർ രാവിലെ നടക്കാൻ പോകുമ്പോൾ നമുക്കൊരു സ്വർഗീയമായൊരു അനുഭൂതി സത്യം പറഞ്ഞാൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലൊന്നും പോകില്ല. നമ്മുടെ കുടുംബം സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഭർത്താവിൻ്റെ കൂടെയോ, തനിച്ച് സ്ത്രീകൾ നടക്കാൻ പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മുടെ ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ മാത്രം പോവുക. കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പം നമ്മൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും നടക്കുമ്പോഴോ നമ്മുടെ കുടുംബത്തിൻ്റെ ആ തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞ് നമ്മളൊന്ന് നടന്നു നോക്കി. ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ ഒരു സ്വർഗമാണ്. എന്തൊക്കെ പിണക്കങ്ങളും വഴക്കുകളും ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് അതെല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നമ്മൾ വഴക്ക് കൂടുമല്ലോ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ നിമിഷം പറഞ്ഞു തീർത്ത്, അതല്ലെങ്കിൽ ആ തന്ന ഈ സന്തോഷത്തോടു കൂടി പിന്നെ ഇരട്ടി സ്നേഹത്തോടു കൂടി ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ കുടുംബ ബന്ധത്തിന് നന്ദി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് തന്നെ ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല കേട്ടോ. എത്രയോ കുടുംബങ്ങളുണ്ട് ഒന്നുമല്ലാതെ ആയി പോകുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അതിലൊരു ഭാഗ്യം, അത് നന്ദി. അതേത് സമയം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മക്കളെക്കുറിച്ച് ഓർത്ത് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ഭർത്താവിനെ ഓർത്ത് നന്ദിയുള്ള, നമുക്കൊരു കൊച്ചു വീടാണെങ്കിലും ആ വീടുള്ളതിന് നന്ദി, ഒരു സ്കൂട്ടറാണെങ്കിലും അത് ഉള്ളതിന് നന്ദി പറയണം. നമുക്ക് എന്തുള്ളോ അതിലൊക്കെ നന്ദിയാണ് പറയേണ്ടത്. അല്ലാണ്ട് നമ്മൾ തൂമ്പയുടെ സ്വഭാവമായിട്ടിരിക്കരുത്. എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്നും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത്യാഗ്രഹവും പാടില്ല. നമ്മൾ നന്ദിയില്ലാത്തവരായിട്ട് ജീവിക്കാനും പാടില്ല. അതാണ് നമ്മുടെ ജീവിതത്തിലൊരു പാഠമായിട്ടിരിക്കേണ്ടത്. പിന്നെ വൈകുന്നേരം കിടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലെൻസ് ചെയ്ത്, അതായത് തന്നതിനെല്ലാം നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം ഒരു സമാധാനത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയതിന് നന്ദി എന്ന് പറയുക. ഞാനിങ്ങനെ ഏത് സമയം അമ്പലത്തിൽ പോകുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ മതത്തിലും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാം നാനാജാതി മതസ്ഥരാണ്. പക്ഷേ ഞാനങ്ങനെ അങ്ങനെ ഒരു നമ്മൾ ഈ തിരക്കുള്ള അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, കാര്യം പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കാം. പക്ഷെ നമുക്ക് മറ്റുള്ളതിലായിരിക്കും ശ്രദ്ധ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. അമ്പലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിനിടയ്ക്ക് ആരെങ്കിലും ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരിചയക്കാരോ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോവുകയും ചെയ്യും. പരമാവധി നമ്മുടെ വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരക്കില്ലാത്ത സമയം നോക്കി നമ്മൾ പോകുന്നതാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ശബരിമല ഒക്കെ ഭയങ്കര തിരക്കി പോയി നിൽക്കും. കാര്യം പറഞ്ഞാൽ നല്ലതാണ് എന്ന് നമ്മൾ വിചാരിക്കും, ശബരിമലയൊക്കെ പോകുന്നത്. പക്ഷേ ആ തിരക്കി നിൽക്കുമ്പോൾ നമ്മൾ ആ തിരക്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഭഗവാനെ കാണണേ, എങ്ങനെയെങ്കിലും ഏത് മാർഗത്തിൽ കൂടെ നമുക്ക് കയറാമെന്നുള്ള ചിന്തയില്ല. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലാണെങ്കിൽ ഏതാണ്ട് ചീട്ടെടുത്തിട്ട്, ഈ വിളക്കിന് ചീട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി കാണാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ കയറി കാണാൻ പറ്റും എന്ന് പറയും. അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആ ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന ശേഷം കയറി പോകുന്നതല്ല ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഇത് കിട്ടണമെങ്കിൽ നമുക്ക് നന്ദി പറയുകയാണ് വേണ്ടത്. നമുക്ക് തന്ന ഓരോന്നിനും നന്ദി. നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇന്നൊരു നേരം വെളുത്ത് കാണാൻ നമ്മുടെ കൂടെയുള്ളവർ എല്ലാം കൂടെയുള്ളതിന് നന്ദി. ഇതാണ് നമ്മൾ ആവശ്യമായിട്ട് ദൈവത്തിനോട് പറയേണ്ടത്. അങ്ങനെയും ഒക്കെ നമ്മുടെ മനസ്സിന് നമ്മൾ സന്തോഷമുള്ളവരാക്കാൻ സാധിക്കും നമുക്ക്. പിന്നെ ഉള്ളതിൽ നമ്മൾ സംതൃപ്തരാണെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമാണ്. നമ്മളില്ലാത്തതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഷമങ്ങളുണ്ടാകുന്നത്. എന്ത് കാര്യവും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ശരീരം കുളിക്കുകയും വൃത്തിയാക്കി വയ്ക്കുകയും പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും വൃത്തിയാക്കിയും ശുദ്ധമാക്കിയും വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പകുതി മുക്കാൽ കാര്യങ്ങൾക്കും പ്രശ്നത്തിന് പരിഹാരമായി. പിന്നെ കുറച്ച് ഭാഗമുള്ളൂ നമ്മുടെ പുറത്തുനിന്ന് വരുന്നത്. അതായത് നമുക്ക് പിന്നെ എല്ലാത്തിനും ഒരു പോസിറ്റീവായിരിക്കും നമ്മൾ കാണുന്നത് തന്നെ. നമുക്ക് ഒരു നെഗറ്റീവ് ഒന്നും കാണാൻ നമ്മൾ കാണണ്ട എന്നൊരു ചിന്ത ഒരാഴ്ചത്തേക്ക് എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ നടന്നു നോക്കി, നമ്മളിൽ അത് സ്വാഭാവികമായിട്ടും വന്നിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ശരിയാണോ ഇതെന്ന്? നമുക്ക് മാറ്റം എടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും അല്ല, ഒരു മാസത്തോളം നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകുന്നത് നമുക്ക് കാണാം.
നമുക്ക് ഒരു പുഞ്ചിരിയോടുകൂടി ഒരു ഐശ്വര്യം നമ്മുടെ മുഖത്തും ശരീരത്തിലും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ആരെന്ത് പറഞ്ഞാലും, നമ്മുടെ ഭർത്താവാട്ടെ മക്കളാട്ടെ നമ്മളോട് പറഞ്ഞാലും നമുക്ക് കേൾക്കില്ലാത്തൊരവസ്ഥയായിട്ട് വരും. കാരണം അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഞാനതിനല്ല, എനിക്ക് കുറച്ച് ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. അതാണ് ഞാൻ നേടിയെടുക്കേണ്ടത്. ഞാൻ ഏതോ ഒരു ലക്ഷ്യത്തിലെ വെച്ചിട്ട് ആ ലക്ഷ്യം ഞാൻ നേടിയെടുക്കും. അതിന് ആരെന്ത് തടസ്സം നിന്നാലും ഞാനത് നേടും എന്ന ചിന്തയിൽ പോകണം. അല്ലാണ്ട് മറ്റുള്ളവർ താഴ്ത്തുമ്പോൾ അയ്യോ എനിക്കത് സാധിക്കില്ല, അയ്യോ അതങ്ങനെ പോയാൽ ശരിയാവുമോ, അതെനിക്ക് പറ്റുന്നതല്ല, അവർ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനായിരിക്കണം. ആരെയും പറ്റിക്കോ വെട്ടിക്കോ ഒന്നും ചെയ്യാതിരിക്കുക, ആരോടും കാപട്യം പറയാതിരിക്കുക, ആരെയും കപടമായി വഞ്ചിക്കാതിരിക്കുക. നമ്മുടെ ജീവിതം വിജയിക്കും, ഉറപ്പായ കാര്യമാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പും വിഷം കലർത്തലും അല്ലെങ്കിൽ കുറ്റം പറച്ചിലും ആയിട്ട് നടക്കുന്നവർക്കുണ്ടല്ലോ, അവർക്ക് എന്നാ പറ്റുന്നത്, അവർക്ക് നല്ലൊരു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് വിജയിപ്പിക്കാൻ സാധിക്കില്ല. അവർ വിജയിക്കാതെ വരുമ്പോഴാണ് അവർ നമ്മളെ മറ്റുള്ളവരിലേക്ക് അത് പറയുന്നത്. അവരുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളാണ് അവർ മറ്റുള്ളവർ കാണാൻ ശ്രമിക്കുന്നത്. മറ്റുള്ളവരും അതുപോലെ തന്നെയാണ്. ചിലർ പറഞ്ഞേക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളുടെ ജീവിതത്തിൽ വീഴ്ച ഉണ്ടാകുമ്പോൾ നമ്മൾ അവന് പറ്റിയോ എന്നിങ്ങനെ നമ്മളൊരു പുഞ്ചിരിയോട് കൂടിയേ ചോദിക്കുകയുള്ളൂ. എന്നാൽ അയ്യോ കഷ്ടം, അവനും പറ്റിയില്ലോ എന്നിങ്ങനെ. അതിനാണ് നമ്മളിലുള്ള വീഴ്ചകൾ മറ്റുള്ളവർക്ക് പാഠമായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം നമ്മളെ പുഞ്ചിരിക്കുകയല്ല വേണ്ടത്, അവനും പറ്റി. അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അവർ കേൾക്കുന്നവരാണെങ്കിൽ കേട്ടോ, അല്ലാതെ എല്ലാവർക്കും ഒന്നും ഉപദേശത്തിന് കൊടുക്കാൻ പോകരുത് കേട്ടോ. നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ നമ്മുടെ അടുത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. അത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എപ്പോഴും പരാജയപ്പെട്ട് കിടക്കുന്നവരുടെ ഒരു കുഴപ്പം എന്നാണെന്നറിയാം, ആരും ഉപദേശം അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി വയ്ക്കുക. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കി വയ്ക്കാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും പവറുള്ള ഒരു ആൾ. അപ്പം മനസ്സ് നല്ല നേരെയായ നമ്മുടെ ഒട്ടുമിക്ക അതും ശരീരഭാഗങ്ങളും എല്ലാം ക്ലീനായി വരും. നമ്മളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവാണ്. അപ്പം എല്ലാവരും രാവിലെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മണിക്കൂർ, ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാത്രം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി കണ്ടെത്തുക. നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം കണ്ടെത്താനേ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.